പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, നാം ഭൂമി ജീവിക്കുമ്പോൾ ജഡത്തെ അനുസരിച്ചാണോ ജീവിക്കുന്നത് അതോ ആത്മാവിനെ അനുസരിച്ചാണോ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജഡത്തിന്റെ ചിന്ത മരണം എന്ന് പറയുമ്പോൾ, അതായത് നമ്മുടെ മനസ്സുകൾ പാപ സ്വഭാവങ്ങളാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ അതിന്റെ ഫലം മരണമാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരിക. ഹല്ലേലൂയ, സ്തോത്രം. മാത്രമല്ല, ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യന്റെ അല്ലെങ്കിൽ അവന്റെ മനസ്സിന്റെ ഫലമെന്ന് പറയുന്നത് ജീവനും അഥവാ നിത്യജീവനും സമാധാനമാണ്. ഈ ലോകം നമുക്ക് ശാശ്വതമല്ലാത്തത് കൊണ്ടും ഈ ലോകം പാപത്താൽ നിറയപ്പെട്ടതുകൊണ്ടും മനുഷ്യൻ തൻ്റെ ജഡശരീരത്തിൽ വസിക്കുന്നത് കൊണ്ട് ഈ ലോക മോഹങ്ങൾക്ക് അധീനരായി ഹല്ലേലൂയ പലപ്പോഴും ജഡത്തിൽ ചിന്തകൾ, മോഹങ്ങൾ കടന്നു വരാം. അങ്ങനെ ജഡത്തിൽ മനുഷ്യന് മോഹങ്ങൾ കടന്നു വരുമ്പോൾ അത് നമ്മുടെ മനസ്സുകളിലേക്ക്, നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് വന്നിട്ട് പാപ സ്വഭാവങ്ങളാൽ നാം നിയന്ത്രിക്കപ്പെടുമ്പോൾ അത് നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നു. രക്തം ചെയ്യും. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവേ, താങ്കൾ ഏത് ഉന്നത കുലത്തിൽപ്പെട്ടവനായിരുന്നാലും, താങ്കൾ ഏത് ദേശത്ത് പാർത്താലും, താങ്കൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ ജഡത്തിൽ വസിക്കുമ്പോൾ താങ്കളുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന ഹല്ലേലൂയ പാപ സ്വഭാവങ്ങൾ, പാപത്തിന്റെ ചിന്തകൾ താങ്കളെ മരണത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് താങ്കളുടെ ശരീരത്തിൽ പാപത്തിന്റെ കറകൾ ഏശാതെ, തങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയാതെ, പാപത്തെ വിട്ടൊഴിഞ്ഞൊരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നാൽ താങ്കൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യനാണെങ്കിൽ അതിന്റെ ഫലം ജീവനും നിത്യജീവനുമാണ്, അത് സമാധാനമാണ് എന്ന് വേദപുസ്തകം വായിക്കുന്നുണ്ട്. പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിനെ ആർ വിടുവിക്കും. അതേ സ്നേഹിത, നമ്മളെപ്പോഴും അരിഷ്ട മനുഷ്യനാണ്. മരണത്തിന് അധീനമായ പാപ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പാപത്തിൽ നാം വശംകൃതമായി മാറാതെ ഈ ഭൂമി നാം ജീവിക്കുമ്പോൾ ആത്മാവിന്റെ സ്വഭാവമുള്ളവരായി ആത്മാവിന്റെ നിയന്ത്രണത്താൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ ഹല്ലേലൂയ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ജഡത്തിന്റെ ചിന്തകൾ നമ്മെ ആ പാപ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോയി അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ആത്മീയ മരണം സംഭവിക്കും. പാപജടത്തിൽ നാം മരിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരിക്കലും ദൈവരാജ്യത്തേക്ക് ചെല്ലാൻ കഴിയത്തില്ല. അവിടെ പാപികൾക്ക് വാസസ്ഥലമില്ല, പാപികൾക്ക് വാസയോഗ്യമല്ല, പാപികളെ സ്വർഗം സ്വീകരിക്കുന്നില്ല. സ്വർഗരാജ്യം എന്ന് പറയുന്നത് ദൈവ മക്കൾക്കുള്ളതാണ്. അപ്പൊ ജഡത്തിന്റെ ചിന്ത എന്ന് അതായത് പാപ സ്വഭാവത്താൽ നിയന്ത്രിക്കപ്പെട്ട മനസ്സ്. ജഡത്തിന്റെ ചിന്ത പറയുന്നത് പാപ സ്വഭാവത്തിൽ നിയന്ത്രിക്കപ്പെട്ട മനസ്സ്. ഹല്ലേലൂയ. ദൈവത്തോട് അത് ശത്രുത്വമാണ്. ഇന്ന് പകൽ നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകൾ ദൈവത്തിനുള്ളതാണോ അതോ പാപജഡത്തിൽ ചിന്തിച്ച് അത് നിങ്ങൾ ദൈവത്തോട് ശത്രുത്വം പുലർത്തുന്നതാണോ എന്ന് താങ്കളെ തന്നെ ശോധന ചെയ്യണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന യുവാക്കന്മാരോട് യൗവനക്കാരോട് ഞാൻ പറയട്ടെ, മാതാപിതാക്കളോട് പറയട്ടെ, നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം നിങ്ങൾ ആത്മാവിന് വിട്ടുകൊടുത്തോ അതോ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം സാത്താന് വിട്ടുകൊടുത്തോ? ഹല്ലേലൂയ. സാത്താനാണ് നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുന്നെങ്കിൽ നിങ്ങളെ പാപത്തിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോകും. അതേ സമയത്ത് പരിശുദ്ധാത്മാവാണ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഹല്ലേലൂയ സ്തോത്രം സമാധാനം നിറയ്ക്കും. അപ്പൊ ആത്മാവിന്റെ ചിന്തയായിരിക്കണം നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ മാത്രമല്ല, നാം ദൈവത്തോട് വയ്ക്കുമ്പോൾ നാം ദൈവത്തോട് ക്രിയാത്മകമായി ശത്രുതാ മനോഭാവം ഉണ്ടാക്കിയെടുക്കുവാൻ നാം ശ്രമിക്കാതെ ദൈവത്തോട് ചേർന്ന് വസിക്കുവാൻ കഴിയണമെന്നാണ്. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ വിധേയപ്പെട്ടുള്ള ജീവിതമായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ അനുസരിക്കുന്നു എന്ന് പറയുകയും ദൈവവചനത്തോട് മറുതലിക്കുകയും ദൈവിക സ്വഭാവങ്ങൾക്കും ദൈവിക വചനത്തിനും വിരുദ്ധമായി താങ്കൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ, അതുകൊണ്ട് താങ്കളുടെ ജീവിതത്തിൽ നിത്യമായ പാപത്തിൽ നാം വിധേയപ്പെട്ട് താങ്കൾ ആത്മീയമായി മരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്ന സമയം നിങ്ങൾ ദൈവഹിതം അനുസരിച്ച് ജീവിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ വായിച്ചല്ലോ, ദൈവത്തിന്റെ ഇച്ഛ അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ആത്മാവിന്റെ ചിന്തയാൽ നിറയപ്പെട്ട ജഡത്തിൽ അല്ലെങ്കിൽ ജഡശരീരത്തിൽ നാം വസിക്കുമ്പോൾ ആ ഒരു അനുഭവത്തിലൂടെ വേണം ഹല്ലേലൂയ നാം മുന്നോട്ട് യാത്ര ചെയ്യുവാൻ.
നാം എത്ര യാഗങ്ങൾ കഴിച്ചാലും, നാം സൽപ്രവർത്തികൾ ചെയ്താലും, അല്ലേലൂയ, ജഡസ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം ചെയ്യുന്നതെല്ലാം വ്യർത്ഥമായി തീരും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെയും പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എന്തെല്ലാം പുണ്യകർമ്മങ്ങൾ ചെയ്താലും, പുണ്യപ്രവർത്തികൾ ചെയ്താലും, ദാനധർമ്മങ്ങൾ ചെയ്താലും, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം നഷ്ടമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചറിയണം. അപ്പൊ ജഡത്തിന്റെ ചിന്തയ്ക്ക് അനുസരിച്ച് നിങ്ങൾ പോകരുത്. ആത്മാവിന്റെ ചിന്തയ്ക്ക് അനുസരിച്ച് പോകുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കകത്ത് ദൈവിക പ്രസാദം വെളിപ്പെടുകയുള്ളൂ എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുകയാണ്. ഇവിടെ നാം ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സ്വഭാവത്തിനനുസരിച്ച്, അതോ ജഡസ്വഭാവമുള്ളവൻ, അങ്ങനെ ജീവിക്കുന്നവർ, അല്ലെങ്കിൽ പാപ സ്വഭാവത്താൽ നിയന്ത്രിക്കപ്പെടുന്നവൻ, അല്ലെങ്കിൽ സകല ജാതികളിലുമുണ്ട്, സകല വിഭാഗത്തിലുമുണ്ട്. ഹല്ലേലൂയ. അവർക്ക് വേണ്ടിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് എഴുതി തന്നിരിക്കുന്ന വചനമാണ്, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവന സമാധാനം തന്നെ. അപ്പൊ നാം ഏത് മാർഗം സ്വീകരിക്കും എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മെ ആരാഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം സാത്താന് വിട്ടുകൊടുക്കാതെ, നിങ്ങളുടെ ശരീരത്തിന്റെ, നിങ്ങളുടെ ജീവിതത്തിന്റെ, നിന്റെ കുടുംബത്തിന്റെ നിയന്ത്രണം ദൈവരാജ്യത്തിന് അല്ലെങ്കിൽ ദൈവഹിതത്തിനനുസൃതമായി മാറട്ടെ. നിങ്ങൾക്ക് എതിർദിശയിൽ നിന്ന് നിങ്ങളുടെ ആത്മാവിനെ തകർക്കുന്ന സാത്താന്റെ പ്രലോഭനങ്ങൾ കടന്നു വരാം. ഹല്ലേലൂയ. ആ പ്രലോഭനത്തിൽ വീഴുമട്ടയാകരുത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ അനുഗ്രഹത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ കുടുംബ ജീവിതത്തെ, നിന്റെ തലമുറ നശിപ്പിക്കുന്നതിനെ സാത്താൻ പലവിധമായ തന്ത്രങ്ങളും നിനക്കെതിരെ കൊണ്ടുവരുമ്പോൾ, ഹല്ലേലൂയ, അതിനകത്ത് നീ വീണുപോകാതെ നീ ദൈവസന്നിധിക്ക് മടങ്ങി വന്നൊരു വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കളെ ഒരുക്കിയെടുക്കണം. രക്തം ചെയ്യാം. ഈ കാണുന്ന ലോകം പാപത്താൽ നിറയപ്പെട്ടതാണ്. സകല മനുഷ്യരും പാപത്തിൽ വസിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സാത്താന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. ജഡത്തിൽ ജീവിക്കുന്നവരും ആത്മാവിൽ ജീവിക്കുന്നവരും, അങ്ങനെ രണ്ട് കൂട്ടരെ നമ്മൾ കാണുമ്പോൾ അതിനിടയ്ക്കൊരു കൂട്ടരുണ്ട്. ഈ മൂന്നാമത്തെ കൂട്ടര് ജീവിതം നോക്കി അവർ ക്രിസ്ത്യാനികളാണോ അല്ലയോ എന്ന് പറയാൻ പോലും മടിക്കുന്ന വിധത്തിലൂടെ പോകുന്നൊരു കൂട്ടമാണ് ജഡികന്മാർ. ഹല്ലേലൂയ. അപ്പൊ ജഡികന്മാരാൽ നിറയപ്പെട്ട ഒരു അനുഭവം നമ്മുടെ ഇടയിലുണ്ട്. ജഡികന്മാർ എന്നാണ് അവരെ വിളിക്കുന്നത്. കാരണം പാപ സ്വഭാവത്തിനനുസരിച്ച്, ജഡത്തെ അനുസരിച്ചാണ് അവർ ജീവിക്കുന്നതായി നമുക്ക് വെളിപ്പെടുന്നത്. ജഡികമായ ചിന്തകൾ, അനാത്മീയമായ ജീവിത സ്വഭാവങ്ങൾ, ദൈവത്തിന് വിരുദ്ധമായ ഇടപാടുകൾ, ദൈവം പ്രസാദിക്കാത്ത വഴികൾ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ജീവിത സാഹചര്യങ്ങളുടെ കടന്നു പോകുന്ന ജഡികന്മാർക്കും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നികത, എത്ര ഉന്നതനായിരുന്നാലും, എത്ര പണ്ഡിതനായിരുന്നാലും, പാമ്പിതനായിരുന്നാലും, നിങ്ങൾ എത്ര വാഗ്മിയായിരുന്നാലും, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് വസിപ്പാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവന സമാധാനം. നിങ്ങൾ ഏത് തെരഞ്ഞെടുക്കും? ഇന്ന് പകൽ നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിത്യതയിൽ ചെത്തുവാൻ കഴിയും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ ഭൂമിയിൽ കർത്താവ് ജഡത്തിന്റെ ചിന്തയും ആത്മാവിന്റെ ചിന്തയുമായി നിറഞ്ഞു നിൽക്കുന്ന ജനത്തിന്റെ ഒരു കൂട്ടം ജഡികന്മാരോട് കൂടി സകല ജനത്തെയും പാപത്തിലേക്ക് വലിച്ചിടിക്കുന്ന ദുഷ്ടശക്തികളെയും ജനം വിടുവിക്കപ്പെട്ട് കർത്താവിന്റെ വരവിനായി ഒരു കൂട്ടം ജനത്തെ ഒരുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.